Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good Okay. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ. ഇല്ലാത്തവര് ശ്രദ്ധിക്കാം. എന്തായിരുന്നു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? അറിയാൻ പറ്റുമോ ആരെങ്കിലും ഒരാള്? എത്ര അവേഴ്സ് ആണ് അത് ഓപ്പണിംഗ് ആയിട്ടിരിക്കുന്നത്? 24 hours. 24 hours. ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് നെയിംസ് ഏതൊക്കെയാണ്? 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? Casualty Emergency department, emergency room. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ. ഇനി ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ Ground floor. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ Entrance. സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടാവും. പിന്നെ ആംബുലൻസ് പാർക്കിംഗ് ഉണ്ടാവും. Proper light. Sign. ലൈറ്റ് ഉണ്ടാവും. സ്ട്രക്ചർ വീൽ ചെയർസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അവിടെ തന്നെ. പിന്നെ ലിഫ്റ്റ്, റേഡിയോളജി ലാബോറട്ടറി അതൊക്കെ അടുത്ത് തന്നെയായിരിക്കും. ഓക്കെ. ഇത്രവരെ ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ എടുത്തത് ട്രയേജ് പറഞ്ഞു അല്ലെ? പേഷ്യന്റ് ഫ്ലോയില് ട്രയേജ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? ട്രയേജ് എന്തായിരുന്നു? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രയേജ് എന്ന് പറഞ്ഞേ. ട്രയേജ് എന്തായിരുന്നു? ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഫസ്റ്റ് ചികിത്സ കൊടുക്കുന്ന ഫസ്റ്റ് പ്രക്രിയ. ഓക്കെ. അതിന്റെ എയിം എന്താണ്? ട്രയേജിന്റെ മെയിൻ എയിം തരംതിരിക്കുക. ഓരോ പ്രയോറിറ്റി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ഇത്രവരെ ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാഡം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ ഒന്ന് പറയോ? ആർക്കെങ്കിലും പേജ് നമ്പർ കിട്ടാത്തതുണ്ടെങ്കിൽ. പേജ് നമ്പർ എത്രയാ? സിനിമയില് പേജ് നമ്പർ ഇല്ല, അതുകൊണ്ടാണ്. പേജ് നമ്പർ 32 ട്ടോ. ഓക്കെ. പേഷ്യന്റ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ട്രയേജ്. ട്രയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ പേഷ്യൻസിനെയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് എത്തിക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? തരംതിരിക്കുന്നു. എങ്ങനെയാണ്? പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3 ആൻഡ് പ്രയോറിറ്റി 4. പ്രയോറിറ്റിയുടെ കാര്യമൊക്കെ ഇന്നലെ വായിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ PDF ഇല്ല. എഴുതിയെടുക്കാവുന്നവരെ എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ആണ് റിസപ്ഷൻ. നോക്കി. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. അപ്പൊ എന്താ പറയുന്നത്? റിസപ്ഷൻ എന്ന് പറയുന്നത് ട്രയേജ് സംവിധാനത്തിന്റെ അടുത്തായിരിക്കണം അല്ലെ? ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ? എന്താണ്? ട്രയേജ് സംവിധാനത്തിന്റെ അടുത്തായിരിക്കണം റിസപ്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ആഫ്റ്റർ ട്രയേജ് patients details are recorded by the clerical staff. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എന്താണ്? ട്രയേജിന് ശേഷം നമ്മൾ പ്രയോറിറ്റി കൊടുത്തു അല്ലെ? അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? പേഷ്യന്റ് ഡീറ്റെയിൽസ് വരുന്നത് വെരി ഗുഡ്. നെയിം അല്ലെ? അഡ്രസ്, സെക്സ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഏജ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫ് ആണ്. നോട്ട് ചെയ്ത് വെക്കാട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? A new medical record is either raised or the old on retrieve. എന്താണ്?
ഇനി അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് അവിടെ തന്നെ ഓൾറെഡി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള പേഷ്യന്റ് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ മെഡിക്കൽ റെക്കോർഡ് അയാൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ടോ? വേണ്ട. എന്താണ് അയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് അവിടെ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, പുതിയ പേഷ്യന്റിനെയാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അയാൾക്ക് എന്തെടുക്കണം? ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യണം. ക്ലിയർ ആയോ? 3 പോയിന്റ് ആണ് റിസപ്ഷനിൽ നമ്മൾ പറഞ്ഞത്. റിസപ്ഷൻ ഈ ട്രയേജ് സംവിധാനത്തിന്റെ അടുത്തായിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർ ട്രയേജിന് ശേഷം ഈ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ക്ലറിക്കൽ സ്റ്റാഫ് ആണ്. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോ, കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോ അയാള് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. അയാളുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു പുതിയ പേഷ്യന്റിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളും. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് നോക്കിയേ. എന്താണ്? patient may be directed to resuscitation area, acute treatment area, consultation or fast track area, medical imaging or waiting area based on emergency treatment is initiated. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ആക്സിഡന്റോ പോയിസണിങ്ങോ അങ്ങനെ പല കേസുകളായിട്ട് നെഞ്ചുവേദന അങ്ങനെ എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് എവിടേക്കായിരിക്കും? റെസിസ്റ്റേഷൻ ഏരിയയിലേക്കായിരിക്കും അല്ലെ, പുനരുജ്ജീവന ഏരിയയിലേക്കായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കാട്ടോ, സ്ട്രോക്ക് ആയിട്ട് വന്ന വ്യക്തി, ഇതൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ. അതുപോലെ തന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെ. എന്താണ്? ഏത് പേഷ്യന്റിനെ ആയിരിക്കും അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നത്? ഏതായിരിക്കും? വെരി ഗുഡ്, നടന്നു പോകാൻ പറ്റുന്ന പേഷ്യന്റിനെ. ഇനി കൺസൾട്ടേഷൻ ഏരിയയിൽ ആരൊക്കെ ഉണ്ടാവും? കൺസൾട്ടേഷൻ ഏരിയയിൽ ഇന്നലെ പറഞ്ഞ കാര്യമാണല്ലോ, ഓർമ്മയുണ്ടാന്ന് നോക്കട്ടെ. കൺസൾട്ടേഷൻ ഏരിയയിൽ OP ആണ്. അതുപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സിന്റെ പ്രത്യേകത? എന്താണ്? എമർജൻസി മെഡിസിനിൽ MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വെരി സ്കിൽഡ് ഡോക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് എന്തായിരിക്കും? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മെഡിക്കൽ ഇമേജിംഗ് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കാനിങ് നടത്തുന്നത് അല്ലെ, എക്സ്റേ, CT സ്കാൻ, MRI അല്ലെ, അങ്ങനെയുള്ള സ്കാനുകൾ നടത്തുന്ന ഏരിയാസ് ആണ് മെഡിക്കൽ ഇമേജിംഗ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ടാവും? വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. റിസപ്ഷനും ട്രീറ്റ്മെന്റും ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒന്നും കൂടിയും പറയാം കേട്ടോ, ഇനി കേൾക്കാത്തവര് ശ്രദ്ധിക്കാം. റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ റിസപ്ഷനിൽ നടക്കുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? റിസപ്ഷൻ എന്താണ്? ഈ ട്രയേജ് സംവിധാനത്തിന്റെ അടുത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. ട്രയേജ് സംവിധാനത്തിന്റെ അടുത്തായിരിക്കണം റിസപ്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താണ്? ആഫ്റ്റർ ട്രയേജ് patient's details are recorded by the clerical staff. ഇനി ട്രയേജിന് ശേഷം, ട്രയേജ് എന്താണ്? നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അല്ലെ തരംതിരിക്കുന്നത്, അതാണ് ട്രയേജ് എന്ന് പറയുന്നത്.
ആ ട്രയേജ് അതിന് ശേഷം ഈ രോഗികളുടെ ഡീറ്റെയിൽസ്, പേര്, വിവരങ്ങള്, അഡ്രസ്, സെക്സ്, ഏജ്, അതൊക്കെയാണ് രോഗിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആ രോഗിയുടെ ഡീറ്റെയിൽസ് ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണോ? മിസ് പറയുന്നത് ക്ലിയർ ആണോ? മിസ്സിന് തൊണ്ടയ്ക്കും ജലദോഷം അതൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ മിസ്സിന്റെ വോയിസ്? ഓക്കെ ആണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. A new medical record is either raised and the old one retrieved. ഇനി ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ ഉണ്ടാവും, ഹോസ്പിറ്റൽ ഓൾറെഡി ഉണ്ടാവും അല്ലെ. അതാ പറയുന്നത് ഓൾഡ് വൺ റിട്രീവ്. നമുക്ക് അവിടെ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഇനി അവിടെ കൊണ്ടുവരുന്ന പേഷ്യന്റ് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല, പുതിയ ഒരു പേഷ്യന്റിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? റിസപ്ഷൻ കാര്യങ്ങളോ? ക്ലറിക്കൽ സ്റ്റാഫ് എന്താണ്? റിസപ്ഷൻ സ്റ്റാഫ് ആണ് അല്ലെ. പേര് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫ്, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റിൽ പറഞ്ഞത് എന്താണ്? ഡൗട്ട് ഉണ്ടോ ട്രീറ്റ്മെന്റില്? ഓക്കെ ആണോ? ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇല്ല, ഉണ്ടോ? എന്താ പറയുന്നത്? എന്താ ഡൗട്ട്? ട്രീറ്റ്മെന്റ് എന്താണ്? ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ, സ്ട്രോക്ക് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അയാളെ പുനർജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പുതുജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്, റെസിസ്റ്റേഷൻ ഏരിയയിലോട്ടല്ല. ഇനി നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക്. ഇനി അതുപോലെ തന്നെ അവിടെ കൺസൾട്ടേഷൻ ഏരിയയിൽ ആരുണ്ടാവും? വെൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ഏരിയാസ് അല്ലെ, അവർക്ക് ഇപ്പോ MRI എടുക്കണം അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം, അതുപോലെ എന്താണ് CT സ്കാൻ എടുക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ഏരിയയിലൊക്കെ കൊണ്ടുപോകുന്നു. ഓക്കെ ആണോ? അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ഫോർത്ത് വൺ ആണ് റീഇവാലുവേഷൻ. ഓക്കെ, ആൻഡ് ED ഫിസിഷ്യൻ ആരായിരിക്കും? ED ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് ED ഫിസിഷ്യൻ ആരായിരിക്കും? ED അതിന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു നോക്കിയേ. അറിയില്ല? എന്ത് പറ്റി? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മള് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചില്ലേ? ED നോക്കിയേ, ED RER അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഷോർട്ട് ഫോം ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെക്കാം. ഇനി അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നുണ്ടോ നിർബന്ധമായിട്ടും? ഓക്കെ, അപ്പോ റിവാലുവേഷൻ നോക്കിയേ. ആൻഡ് ED ഫിസിഷ്യൻ will reevaluate patient condition after treatment and assess test results because the results may give them additional insight into the type of treatment you need. എന്താ പറയുന്നത്? ഇപ്പോ നമ്മളൊരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ എന്താണ്, ചിലപ്പോ കയ്യിലും കാലിലൊക്കെ ചിലപ്പോ ചോരയൊക്കെ വാർത്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെ, ചോരയൊക്കെ കാണും. അപ്പോ ഫസ്റ്റ് തന്നെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുമ്പോ ED ഫിസിഷ്യൻ വന്ന് ചെക്ക് ചെയ്യും. അയാൾ എന്ത് ചെയ്യും? ED ഫിസിഷ്യൻ വന്ന് നോക്കും. അപ്പോ നോക്കുമ്പോ ചോര അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ കൊടുക്കുക? ഫസ്റ്റ് എന്താ കൊടുക്കുക? നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യാ? എന്താ ചെയ്യാ? ക്ലീൻ ആക്കും. അതിനൊരു പേരുണ്ടല്ലോ,
ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങള് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ED ഫിസിഷ്യൻ വന്ന് ഫസ്റ്റ് അയാൾക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ശേഷം അയാളൊന്ന് റിക്കവർ ആയി എന്ന് കാണുമ്പോ, അദ്ദേഹം ഒന്ന് റിക്കവർ ആയി എന്ന് കാണുമ്പോ പിന്നീട് എന്ത് ചെയ്യും? ഒന്നും കൂടി റീചെക്ക് ചെയ്യും. അയാൾ റിക്കവർ ആയോ? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അതിനുശേഷം ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് ഇനി ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിൽ ട്രീറ്റ്മെന്റ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആയോ? ഒന്നും കൂടിയും പറയാം. റീ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റീചെക്ക് എന്നാണ് അർത്ഥം. അപ്പോ റീ ഇവാലുവേഷനിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ED ഫിസിഷ്യൻ വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അയാളൊന്ന് റിക്കവർ ആയി, അതിനുശേഷം ഡോക്ടർ വന്നിട്ട് ഒന്നുകൂടി നോക്കും, റീചെക്ക് ചെയ്ത് ടെസ്റ്റ് റിസൾട്ട്, ചിലപ്പോ സ്കാൻ എടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോ എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ആ ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് റീ ഇവാലുവേഷനിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. ക്ലിയർ ആണോ? റീ ഇവാലുവേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് അല്ലെ? എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? ഡിസ്ചാർജ് എന്താ? എന്തായിരിക്കും ഡിസ്ചാർജ്? റിട്ടേൺ ടു ഹോസ്പിറ്റലിൽ നമ്മൾ പോകണ്ട അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. 2 പോയിന്റ് ആണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? Based on treatment, patient to be removed after sterilization. എന്താ പറയുന്നത്? Based on treatment, patient to be removed after sterilization. ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒക്കെയാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും അതുപോലെ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിടോ? വീട്ടിലേക്കാണോ വിടുന്നത്? കാഷ്വാലിറ്റിയിൽ നിന്ന് എന്താ ചെയ്യാ? ആണോ? ഓക്കെ, സമ്മതിച്ചോ? കാഷ്വാലിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് വിടും. അല്ല, പിന്നെ എവിടേക്കാ വിടാം? വാർഡിലേക്കല്ലേ? വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി അവിടെ കിടന്ന് കുറച്ച് ദിവസം ഒന്ന് കിടന്ന് അയാൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് അയക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റ് നല്ല എന്താണ് സീരിയസ് ആയിട്ടാണല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോ അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ നിന്ന് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് കുറച്ച് ദിവസമൊക്കെ കിടന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് അയക്കുന്നത്. ഇനി എന്താണ്? All patients receive written home care instructions to follow when discharged. Referral can be made based on facilities of hospital and patient condition if needed. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, സ്ട്രോക്ക് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് വീട്ടിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ? എക്സസൈസ് ചെയ്യാനായിട്ട് അല്ലെ? വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാനൊക്കെ പറയില്ലേ? ഇനി അവര് അപ്പോ ആ പേഷ്യന്റിന് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞു കൊടുക്കോ അല്ലെങ്കിൽ എഴുതി കൊടുക്കോ? എങ്ങനെയാ ചെയ്യുന്നത് അറിയോ? All patients receive written home care instructions അല്ലെ? എഴുതിയാണ് കൊടുക്കുന്നത്. ഓക്കെ, കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് എഴുതി കൊടുക്കും. മെയിൻ ആയിട്ട് അവര് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് റിട്ടൺ ഫോമിലാണ്. ഓക്കെ, ഇനി റെഫറൽ ചെയ്ത് കൊടുക്കും അല്ലെ? ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഹോസ്പിറ്റലില് ഫെസിലിറ്റി കുറവാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കില്ലേ? കൊടുക്കോ?
കൊടുക്കാറുണ്ടോ? ആ, കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ റഫറില് രണ്ട് തരത്തിലുണ്ട്. റഫർ ഇന്നും ഉണ്ട്, റഫർ ഔട്ടും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. റഫർ ഇൻ ആൻഡ് റഫർ ഔട്ട് നമ്മുടെ PDF ഇല്ലാത്ത കാര്യമാണ്. ഒന്ന് എക്സ്ട്രാ എന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. റഫർ ഇൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റഫർ ഔട്ട് ഉണ്ട്, റഫർ ഇൻ ഉണ്ട്. ഇനി റഫർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. റഫർ ഔട്ട് എന്താ? നമ്മുടെ ഹോസ്പിറ്റലിൽ അധികം ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് അവർ റഫർ ചെയ്യൂലേ, അതിനെയാണ് റഫർ ഔട്ട് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? റഫറിംഗ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. റഫർ ഔട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ഫ്ലോയില് പറയുന്നത് കേട്ടോ. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റിവാലുവേഷൻ, ലാസ്റ്റ് വൺ ഡിസ്ചാർജ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ പേഷ്യന്റ് ഫ്ലോ. റഫർ ഇൻ എന്ന് പറഞ്ഞാല് മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അവിടെ എന്താണ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്നു. റഫർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. വായിച്ചു നോക്കാട്ടോ 5 കാര്യങ്ങളും. ഒന്ന് പറഞ്ഞു കൊടുക്കോ റെസിസ്റ്റേഷൻ ഏരിയ എന്താണെന്ന്? ഇന്നലെ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോഴേക്കൊന്ന് പറഞ്ഞു കൊടുക്കോ? ഇന്നും പറഞ്ഞു മിസ്റ്റർ. നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ? അയച്ചു കഴിഞ്ഞോ കാര്യങ്ങളും പേഷ്യന്റ് ഫ്ലോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. നമ്മുടെ കാഷ്വാലിറ്റിയില് ഏതൊക്കെ ആളുകളാണ് ഉണ്ടാകുന്നത്? കാഷ്വാലിറ്റിയില് എത്ര ടീമുകൾ അല്ലെ, എത്ര വർക്കേഴ്സ് ആണ് ഉണ്ടാകുന്നത്? അതാണ് വർക്ക് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ആരാണ് നോക്കിയേ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഷോർട്ട് ഫോം എന്തായിരിക്കും? CMO.
അവിടെ എഴുതി വെക്കാം കേട്ടോ. CMO എക്സ്പാൻഡ് CMO എന്ന് ചോദിച്ചാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് എഴുതണം. ഓക്കെ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ ഷോർട്ട് ഫോം ആണ് CMO. ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താണ് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ആ ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടം വഹിക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയും ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. എഴുതി വെക്കാട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി. അതുപോലെ നെക്സ്റ്റ് ആരുണ്ടാവും? കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ അല്ലെ, നമ്മൾ പഠിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ല, അത് വേറെയാണ്. നമ്മുടെ കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസറെ നമ്മൾ CMO എന്ന് പറയാറുണ്ട്. കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ CMO അദ്ദേഹമാണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. നമ്മൾ പഠിച്ചു അല്ലെ, കാഷ്വാലിറ്റിയില് എത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? കൺസൾട്ടേഷൻ ഏരിയയിൽ നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? എമർജൻസി മെഡിസിനില് MD കഴിഞ്ഞ അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ RN with trained EMT attended session. ഇനി RN എന്തായിരിക്കും? ഐഡിയല്ലോ RN എന്താണെന്ന്? ഫുൾ ഫോം. വെരി ഗുഡ്, രജിസ്റ്റേർഡ് നേഴ്സ് അല്ലേ? രജിസ്റ്റേർഡ് നേഴ്സ് അറിയാത്തവരെ നോട്ട് ചെയ്ത് വയ്ക്കാം. RN എക്സ്പാൻഡ് RN എന്ന് ചോദിക്കാം. എന്താണ് രജിസ്റ്റേർഡ് നേഴ്സ്? രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് PG കഴിഞ്ഞവരായിരിക്കും, BSc കഴിഞ്ഞ PG കഴിഞ്ഞവരായിരിക്കും രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലൈൻ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. RN എന്ന് പറഞ്ഞാലും സൈഡിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. പറയട്ടെ, registered nurse are responsible for completing medical treatments as ordered in the diagnostic process. Registered nurse are responsible for completing medical treatments as ordered in the diagnostic process. എഴുതിയോ എല്ലാവരും? എന്താണ് RN എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു രോഗനിർണയം നടത്തുന്നത്. ഇപ്പൊ ക്യാൻസർ ഒക്കെ നമ്മൾ എന്താണ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് ടിഷ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിക്കും അല്ലെ, ക്യാൻസർ ആണോ അല്ലെ, രോഗനിർണയം നടത്താറുണ്ട്. ആ രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞാൽ അടുത്ത, അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ്
നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് എന്നുള്ളത് എന്താണ് അങ്ങനെയുള്ള ആ പ്രൊസീജിയർ നോക്കുന്നത് ആരാണ്? ആരുടെ കൺട്രോളിലായിരിക്കും? രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് നോക്കുന്നത്. ക്ലിയർ ആയോ? നമ്മളൊരു രോഗനിർണയം നടത്തുമ്പോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പ്രോസസ് നടത്തുമ്പോ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം, ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അതിന്റെ മൊത്തം കൺട്രോൾ ആർക്കായിരിക്കും? രജിസ്റ്റേർഡ് നേഴ്സിനായിരിക്കും. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് PG കഴിഞ്ഞവരായിരിക്കും. ക്ലിയർ ആയോ? രജിസ്റ്റേർഡ് നേഴ്സ് ആരാണെന്ന് എഴുതി വെക്കാട്ടോ. ഓക്കെ, ഇനി ആരാണ്? രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവും കാഷ്വാലിറ്റിയില്. അതുപോലെ EMT. EMT ആരാ? EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, സ്കിൽഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും, രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവും, അതുപോലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ടാവും. പിന്നെന്താണ്? സ്കിൽഡ് നഴ്സിംഗ് ടീം അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടാവും കാഷ്വാലിറ്റിയില്. അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് അല്ലെ, ആരായിരിക്കും ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാല്? എക്സ്റേ, CT സ്കാൻ, MRI അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ? സ്കാനിങ് സെക്ഷനിലുള്ള സ്റ്റാഫുകൾ, അവരെയാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്, റേഡിയോളജിസ്റ്റ്. ഓക്കെ, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്, അതുപോലെ എക്സിക്യൂട്ടീവ്സ്, ഇവരൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അതിൽ വരുന്നത് ആരൊക്കെയാണ്? ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് ആരാണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ മറ്റേ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സ് അതിലൊക്കെ വന്നിട്ട് ഇത് ചോദിക്കാം, ഇത് ഐഡന്റിഫൈ ചെയ്യാം എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വരുന്നത്? 2 പേരുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും അതുപോലെ രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. രോഗിയൊക്കെ അഡ്മിറ്റ് ആവുമ്പോ അതിന്റെ പേര് വിവരങ്ങളൊക്കെ എഴുതുന്നത് അഡ്മിഷൻ ക്ലർക്ക് ആയിരിക്കും. 2 വ്യക്തികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളായിട്ട് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. ക്ലിയർ ആയോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫോഴ്സ് ഇനിയാണ് ആരൊക്കെയാണെന്നുള്ളത് വായിച്ചു നോക്കിയേ. അയച്ചു കഴിഞ്ഞിട്ട് കമന്റ് ഇടണം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ട്, മെഡിക്കൽ റെക്കോർഡുകൾ എഴുതുന്ന ക്ലർക്ക്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. പേഷ്യൻസ് അഡ്മിറ്റ് ആവില്ലേ, അപ്പൊ അവരുടെ പേര് വിവരങ്ങളൊക്കെ എഴുതുന്നത് അഡ്മിഷൻ ക്ലർക്ക് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ആരൊക്കെയാണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, റെക്കോർഡ്സ് തുടങ്ങട്ടെ മിസ്? ഓക്കെ, റെക്കോർഡ്സ് നോക്കിയേ. പേഷ്യന്റ് റെക്കോർഡ്സ് എന്തൊക്കെ ഉണ്ടാവും പേഷ്യന്റ് റെക്കോർഡ്സിൽ പറയാൻ പറ്റുമല്ലോ?
പേര്, പിന്നെ റിപ്പോർട്ടുകള്, പിന്നെന്താ ഏജ്, നെയിം, അല്ലെ? പേഷ്യന്റ് റെക്കോർഡ്സിൽ ഏതൊക്കെ ഉണ്ടാവും? അഡ്രസ്, ഏജ്, സെക്സ്, ഓക്കെ. ഇത്രയും വിവരങ്ങളായിരിക്കും പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടാക്കുന്നത്. രോഗങ്ങളും. ഓക്കെ. ഇനി എന്താണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ? അതെന്തായിരിക്കും കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത്? മരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അല്ലേ? കാഷ്വാലിറ്റിയില് ചിലപ്പോ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർ മരിക്കാം, അല്ലെ? അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വിവരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഈ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്ററിലാണ്. ഇനി എന്താണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്? നമ്മള് പേഷ്യൻസിനെ നിരീക്ഷിക്കുന്നത്, അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഏതൊക്കെ ഫോളോ അപ്പുകളാണ് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡിലാണ്. 3 കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ റെക്കോർഡിൽ പറഞ്ഞത്. പേഷ്യന്റ് റെക്കോർഡ് പറഞ്ഞു, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ പറഞ്ഞു, അതുപോലെ തന്നെ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഒക്കെയാണോ 3 കാര്യങ്ങളും? ഡൗട്ട് ഉള്ളവരുണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയട്ടെ. ഇനി എന്താണ് റെഫറൽ റെക്കോർഡ്? നമ്മൾ പറഞ്ഞല്ലോ റെഫറൽ എന്തായിരിക്കും? റെഫറല് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മള് കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ചില പേഷ്യൻസ് ഒക്കെ മരണപ്പെടാം, അല്ലെ? മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്ററിലാണ്. ഇനി റഫറൽ എന്ന് പറഞ്ഞത് ഓക്കെ, വെരി ഗുഡ്. എന്താണ് ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം മറ്റു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്ത് കൊടുക്കുക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് റഫറൽ റെക്കോർഡിലാണ്. മനസ്സിലായില്ലേ? ഇനി എന്താണ് ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് എന്താണ്? രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ മരുന്നാണ് കൊടുത്തത്, അവർക്ക് എന്തൊക്കെയാണ് ചെയ്തത്, കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മരുന്നുകളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇനി മൈനർ OT റെക്കോർഡ്സ് എന്തായിരിക്കാം? OT എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റർ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഷോർട്ട് ഫോം ആണ് OT എന്ന് പറയുന്നത്. അറിയാത്തവര് എഴുതി വെക്കാം. മൈനർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാല് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡിലാണ്. ഓക്കെ. ഇനി എന്താണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ? ഇപ്പോ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാല് നമ്മള് രോഗികളെ എടുത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരില്ലേ? അപ്പോ ആ ഇൻസിഡന്റ് നടന്നത് എവിടെ വെച്ചാണ്, ഏത് ടൈമിലാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ്, എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് കാഷ്വാലിറ്റിയില് നമ്മൾ രജിസ്റ്റർ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. അവിടെ ആ രജിസ്റ്ററിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. എവിടെ വെച്ചാണ് നടന്നത്, ഏത് ടൈമിലാണ്, ഏത് ജില്ലയിലാണ്, അല്ലെ? അങ്ങനെയുള്ള ലൊക്കേഷൻ, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്ററിലാണ്. കിട്ടിയോ? ഓക്കെ ആണോ ഇത്ര വരെയും എല്ലാവരും? നെക്സ്റ്റ് പറയട്ടെ. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ പറഞ്ഞതില്? ഓക്കെ. ഇനി എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് എന്ന് പറയാൻ പറ്റുമല്ലോ? എന്തായിരിക്കും അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്? അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലേ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ മൊത്തം അറ്റൻഡൻസ്. ഓക്കെ, അതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. ഇനി അവിടെ വർക്ക് ചെയ്യുന്നു, നമ്മളെപ്പോഴും രാത്രിയൊക്കെ പോയാൽ കാണാം അല്ലെ, ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാകുന്നത് കാഷ്വാലിറ്റിയില്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അല്ലെ, ഇന്ന ടൈമില് ഇന്ന ദിവസം വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ രജിസ്റ്റർ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് രജിസ്റ്റർ ഓഫ്
duty doctors, specialists, etc. ഇനി എന്താണ്? All documents, example admission card, key sheet, drug chart, death certificate forms. എന്താണ് ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞാല്? ഡ്രഗ് ചാർട്ട് എന്താ? മെഡിസിന്റെ അല്ലെ, മെഡിസിന്റെ വിവരങ്ങള് സൂക്ഷിച്ചു വെക്കുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ചാർട്ടാണ് ഡ്രഗ് ചാർട്ട് എന്ന് പറയുന്നത്. മരുന്നുകളുടെ ചാർട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം അല്ലെ, നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുവരുമ്പോ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കണം? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പൊ അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സും അവിടെ റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്താണ്? MLC റെക്കോർഡ് വിത്ത് ഓൾ ദ diagnostic and investigation result and kept under lock and key under CMO casualty നാക്കണം കേട്ടോ. അവിടെ കാഷ്വലി എന്നാണ്, കാഷ്വാലിറ്റി നാക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ എന്ത് ചെയ്യണം? MLC റെക്കോർഡ് അല്ലെ. MLC എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് പോയിന്റിൽ ഉണ്ട് കേട്ടോ, പറഞ്ഞു തരാതെ. MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് ഒക്കെ എന്തായിട്ട് വരാം? ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ് ഒക്കെ മെഡിക്കോ ലീഗൽ കേസസുകളാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഈ മെഡിക്കൽ MLC റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോഡ് ഡെത്ത് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ? മെഡിക്കോ ലീഗൽ കേസസുകൾ ഏതൊക്കെയാണ്? ആക്സിഡന്റ്, അതുപോലെ എന്താണ്? ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോമ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണല്ലോ. ആഘാതം അല്ലെ, വല്ല മുറിവ് ഇതൊക്കെയായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്? അസാൾട്ട്. എന്താ അസാൾട്ട്? അസാൾട്ട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് അല്ലെ, മാലൊക്കെ പൊട്ടിച്ചുപോയി ഉപദ്രവങ്ങൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റേപ്പുകൾ അല്ലെ, റേപ്പ് അറിയാം. അതുപോലെ പോയിസൺ അല്ലെ, പോയിസൺ ഒക്കെ കൊടുത്ത് കൊല്ലാൻ നോക്കൽ. ഇതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസുകൾ, മെഡിക്കോ ലീഗൽ കേസസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MLC കേസായിട്ട് വേണം സ്റ്റാമ്പ് ചെയ്ത് വെക്കാനായിട്ട്. അത് ചെയ്യേണ്ടത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്, ഈ റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്. മനസ്സിലായോ? മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, ഇന്ന കേസുകളൊക്കെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. കാര്യം പിടികിട്ടിയ? ഇനി എന്താണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ്? ഇങ്ങനെ റേപ്പ്, അതുപോലെ പോയിസണിങ്, ആക്രമണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോ അവരെന്ത് പറയും? കാഷ്വാലിറ്റിയിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസ് ഒക്കെ വന്നാൽ അവർ പറയും പോലീസ് കേസായിട്ട് നിങ്ങൾ ഇതാ കണക്കാക്കുന്നു. പറയാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അവരങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോ പോലീസ് ഇന്റിമേഷൻ ബുക്കിൽ എന്താണ്? പോലീസിന്റെ നമ്പറുകൾ ഇതൊക്കെ ഉണ്ടാവും. പോലീസിനെ ഇൻഫോം ചെയ്യും. അതാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക് കേട്ടോ. പോലീസിന്റെ വിവരങ്ങൾ, നമ്പർ, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്, റെക്കോർഡ്സിലുള്ളത് കേട്ടോ. പേഷ്യന്റ് റെക്കോർഡ്സ്,
കാഷ്വാലിറ്റി വിത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ അല്ലെ, ഒബ്സർവേഷൻ ഫോളോ അപ്പ് റെക്കോർഡ്സ് ഉണ്ട്, റെഫറൽ റെക്കോർഡ്സ് ഉണ്ട്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്, അതുപോലെ മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് കേസുകൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണ് ഉണ്ടായത്, ഏത് ടൈമാണ്, ഏത് ജില്ലയിലാണ് എന്നൊക്കെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും, ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെയും രജിസ്റ്ററുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ്, ഈ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രോഗി ഇവിടെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രഗ് ചാർട്ടുകളുടെ വിവരങ്ങള്, കേസ് ഷീറ്റ്, അഡ്മിഷൻ കാര്യങ്ങൾ, അഡ്മിഷൻ കാർഡുകൾ ഇതൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെന്താണ്, മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് ഏതൊക്കെയാണ്, ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അങ്ങനെയുള്ള കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോലീസ് ഇൻറ്റിമേഷൻ, ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ്സുകളായിട്ട് വരുന്നത് കേട്ടോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. വായിച്ചു നോക്കി. ബർത്ത് സർട്ടിഫിക്കറ്റ് വരുമോ, കാഷ്വാലിറ്റിയിൽ വരുമോ? ഓർത്ത് നോക്കി, എന്താ കാരണം കാഷ്വാലിറ്റിയിൽ വരാത്തത്? നമ്മളെന്താ എമർജൻസി ആയിട്ടാണല്ലേ കൊണ്ടുവരുന്നത്, ലേബർ റൂമിൽ നിന്നല്ലേ തന്നത് നമുക്ക്. കാഷ്വാലിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു, ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, നെഞ്ചുവേദന, ഉദരസംബന്ധമായ വേദന, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള വേദനകളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് നടത്തുന്നത് കേട്ടോ. വായിച്ചു നോക്കിയോ റെക്കോർഡ്സ്? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ മിസ് പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും വരുമ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാട്ടോ. മിസ് ഇനി വൈൻഡപ്പ് ചെയ്യണേണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു.